നമസ്കാരം, വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ്. 2025-26 സീസണിലേക്ക് ഫോറിൻ പ്ലെയേഴ്സിനെ വളരെ വൈകിയാണ് ചെന്നൈ സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് അവർ ചെന്നൈ ചീമ ഒഴികെ ഫുൾ ഇന്ത്യൻ സ്ക്വാഡായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ തുടരെ ISL എക്സ്പീരിയൻസ് പ്ലെയേഴ്സിനെ ഫോറിൻ പ്ലെയേഴ്സിനെ സൈൻ ചെയ്ത് അവർ മറ്റു ടീമുകളെ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. മധ്യനിരയിലെ പോരായ്മ പരിഹരിക്കാൻ വെറ്ററൻ താരം ആൽബർട്ടോ നൊഗ്വേരയെ സൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ISL എക്സ്പീരിയൻസ് ഡിഫെൻസീവ് മിഡ് തന്നെയാണ്. എന്തായാലും അദ്ദേഹം അവരുടെ പഴയ കോർൺ ഷീൽഡിന് പകരം നല്ലൊരു താരത്തെ തന്നെയാണ്, ISL എക്സ്പീരിയൻസ് താരത്തെ തന്നെയാണ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മുന്നേറ്റ താരം ഇമ്രാൻ ഖാനെ ഇതിനിടയ്ക്ക് ടീമിലെത്തിച്ചിട്ടുണ്ട്. അടുത്ത പ്ലെയർ ഡെൽഗാഡോ ആണ്, സെൻട്രൽ ബാക്ക്. അത് അധികം എക്സ്പീരിയൻസ് പ്ലെയറാണ്. പിന്നെ ഡിയാഗോ മൗറിഷ്യോ സെൻട്രൽ ഫോർവേഡ്. ഇനീഷ്യൽ ടാക്ക് നടക്കുന്നു, ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അടുത്തത് എൽസിയാഞ്ഞോ, സെൻട്രൽ ബാക്കും ഡിഫൻസീവ് മിഡും കൈകാര്യം ചെയ്യുന്ന പ്ലെയർ. അതും ഇപ്പോൾ അവർ ഏറെക്കുറെ അഡ്വാൻസ് ടാക്ക് നടക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചീമയ്ക്കും 2026 മെയ് വരെ കോൺട്രാക്റ്റ് ഉണ്ട്. 6-ൽ 5 വിദേശ താരങ്ങളും ഏറെക്കുറെ സെറ്റായി. എല്ലാവരും ISL കഴിവ് തെളിയിച്ച പ്ലെയേഴ്സാണ്. KBFC മാർക്കറ്റ് വാല്യൂ കുറഞ്ഞ താരങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്. 3 ഫോറിൻ താരങ്ങൾ മാത്രമേ KBFCക്ക് ആയിട്ടുള്ളൂ. അവരെല്ലാവരും ഇനി കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. എന്തായാലും അത്തരത്തിലുള്ള റിസ്ക് ഒന്നും ചെന്നൈ എടുത്തില്ല. നല്ല എക്സ്പീരിയൻസ് പ്ലെയേഴ്സിന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്.